കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കയിലായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ പദ്ധതി സ്വകാര്യ ബസ് മേഖലയ്ക്ക് കനത്തിരിച്ചടിയാണ് നേരിടുന്നത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ ആശങ്കയിൽ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ ഏത് വിധേനയാണ് ബാധിക്കുന്നതെന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. നിലവിൽ സ്വകാര്യ ബസ്സുകളിലെ 60% യാത്രക്കാരും സ്ത്രീകളാണ്. ഇവരിൽ ഏറിയ പേരും സ്വകാര്യ ബസ്സുകളിൽ നിന്നും സർക്കാർ ബസ്സുകളിലേക്ക് മാറും എന്നത് തർക്കമില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ വരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര കെഎസ്ആർടിസി ബസ്സുകളെ മാത്രമാണ് ആശ്രയിക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മെൽബിൻ കുഞ്ചറക്കാട്ട് പറഞ്ഞു. പുതിയ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്ന പ്രിയദർശിനി സർവീസ് വളരെ നല്ല കാര്യമാണ്. ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അടിമാലിയെ സംബന്ധിച്ച് കൂടുതലും സർക്കാർ ജോലിക്കാർ യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് ലേഡീസ് കൂടുതലായിട്ടുള്ളത്. നമുക്കിവിടെ 60% എന്നുള്ളതിൻ്റെ അകത്ത് 80% ആൾക്കാരും ലേഡീസാണ് അടിമാലിയെ സംബന്ധിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് ഈ അടിമാലി സ്റ്റാൻഡിനെ സംബന്ധിച്ച് 10,000-3000 രൂപയുടെ നഷ്ടം ഒരു വണ്ടിയെ ആയിട്ടുണ്ട്. പിന്നെ കേരളത്തിലുള്ള ഒരാൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതിന് പോയി ഞാൻ പറയാം, പുറത്തുനിന്ന് വന്നേക്കുന്ന ഹിന്ദിക്കാരാണെങ്കിൽ പോലും അവരും ഇപ്പം ഈ ഒരു ഫ്രീ സൗകര്യം കിട്ടുന്നതുകൊണ്ട് അവരും പ്രൈവറ്റ് കെഎസ്ആർടിസിയിലോട്ട് മാറിയിരിക്കുകയാണ്. അവരും ചോദിക്കുന്ന കെഎസ്ആർടിസി ലേഡീസിന് ഫ്രീ ആയതുകൊണ്ട് കെഎസ്ആർടിസി എപ്പോഴാണ് എറണാകുളത്തിനുള്ളത്, കെഎസ്ആർടിസി എപ്പോഴാണ് മൂന്നാറിലുള്ളത്, അത് അന്വേഷിച്ചാണ് അവർ സ്റ്റാൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അടിമാലി മേഖലയിൽ മാത്രം 26 കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളാണ് പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നത്. സൗജന്യ യാത്രയുടെ പേരിൽ സ്ത്രീകൾ സർക്കാർ വണ്ടിയിൽ കയറുമ്പോൾ അവരോടൊപ്പമുള്ള പുരുഷന്മാരും അതിൽ കയറുമെന്നത് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. വനിതകൾക്ക് നൽകുന്ന സൗജന്യം സ്വകാര്യ ബസ് ഉടമകളുടെ ചങ്കിലടിച്ച ആണിയാണെന്ന് ഇവർ പറയുന്നു. എങ്കിലും മുഖ്യമന്ത്രി കൈവിടുകയില്ല എന്നു പറഞ്ഞ വാക്കുകളാണ് മുൻപോട്ടുള്ള പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, അടിമാലി.